السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من وقر صاحب بدعة فقد أعان على هدم الإسلام. شفيعنا وحبيبنا محمد رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ സയ്യിദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അല്ലാഹുവിന്റെ ദീന് പറയാൻ വേണ്ടി ഒത്തുകൂടിയ നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ്, അവിടുത്തെ സഹായം കിട്ടുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശാലമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യവും മാർഗവും നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി അത് നീട്ടി പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും പരാജയപ്പെടുത്തലോ തോൽപ്പിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് എന്താണോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അത് വളരെ കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ്
മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ അല്ലാഹു ആ തണൽ ദീർഘകാലം നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ വിപ്ലവവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തപ്പെടുന്ന സംഭവങ്ങളും ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് എല്ലാവർക്കും അനുയോജ്യമായത്. കാരണം ഇത് നമ്മുടെ ആഖിറത്തിന് വേണ്ടി പറയുന്നതാണ്. സഹോദരങ്ങളെ, പരലോകമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. എല്ലാ കാലത്തിനും നിലനിൽക്കുന്ന ലോകം അത് ഈ ലോകമല്ല, അത് പരലോകമാണ് എന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ ഖുർആൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും നമ്മുടെ മാർഗവും പഠിച്ചുപോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പരലോകമാണ് എന്നൊരു ബോധം സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ പറയുന്നത്, ആയിരക്കണക്കിന് പ്രവാചകന്മാർ, ആയിരക്കണക്കിന് അമ്പിയാക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ എന്തായിരുന്നു ഈ ലോകത്തോട് പഠിപ്പിച്ചത്? ഇസ്ലാം എന്ന ഈ സുന്ദരമായ മതത്തെ പ്രചരിപ്പിക്കാനും അതിവിടെ പഠിപ്പിക്കാനും വേണ്ടിയാണ് എല്ലാ അമ്പിയാക്കളും ഇവിടെ വന്നത്. ആ പരമ്പരക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോകത്ത് വന്ന നേതാവാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടത്തെ സിയാറത്ത് ചെയ്യാൻ, അവിടത്തെ സ്വപ്നത്തിലും ഉണർച്ചയിലും കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പൂർണ്ണത കൈവന്നു. ഇനി ഒരു പ്രവാചകൻ ഇവിടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടു അവിടെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇനി ഒരു നബി വരില്ല, ലാ നബിയ ബഅദി, എന്റെ ശേഷം ഒരു പ്രവാചകൻ ഇല്ല, പ്രവാചകന്റെ ആവശ്യമില്ല. അതേ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അതേ പണ്ഡിതന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് നിർവഹിക്കേണ്ട ദൗത്യം, സഹോദരങ്ങളെ, അമ്പിയാക്കൾ നേരത്തെ എന്ത് ഉത്തരവാദിത്തമാണോ സമൂഹത്തിൽ ഇവിടെ അവർ കാണിച്ചു കൊടുത്തത്, ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എല്ലാ കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. അതാണ് ഓരോ കാലങ്ങളിലും ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഉടനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. നമുക്കറിയാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാര്യമായി രണ്ട് രൂപത്തിലുള്ള എതിർപ്പുകളാണ് സഹിക്കേണ്ടി വന്നത്. ഒന്ന് ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള എതിർപ്പ്, മറ്റൊന്ന് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള എതിർപ്പ്. സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല. കാരണം സക്കാത്ത് വാങ്ങാൻ പറഞ്ഞത് നബിതങ്ങളോടാണ്, ആയത്തോതിക്കൊണ്ട് തന്നെയാണ് അവർ സംസാരിച്ചത്. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി പോരാടിയത് ഈ മതത്തിന്റെ ഉള്ളിൽ നിന്ന് മതത്തെ നശിപ്പിച്ച വിഭാഗത്തോടായിരുന്നു. മനസ്സിലാക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവസാനം നിങ്ങൾ നോക്കൂ, നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാപണ്ഡിതൻ മഹാനായ അലി തങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണ് ആദ്യമായി പുത്തൻവാദികൾ രംഗത്ത് വരുന്നത്. ഖവാരിജികൾ രംഗത്ത് വന്നപ്പോ അന്നത്തെ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുത്തെ ഡ്യൂട്ടി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്, ഖവാരിജികൾക്കെതിരെ വാദപ്രതിവാദം നടത്തി സമൂഹത്തെ ബോധവൽക്കരിച്ചു. നോക്കൂ നിങ്ങൾ, ഖവാരിജികൾ ഇന്ന് ലോകത്തുണ്ടോ? പിന്നെ മുഅ്തസില വിഭാഗം വന്നു.
പണ്ഡിതന്മാർ ഉറങ്ങിയില്ല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിച്ചു. മഹാനായ നമ്മുടെ ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് അന്ന് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഏത് കാലത്ത് നമ്മൾ പരിശോധിച്ചാലും ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ഒരു സയ്യിദിന്റെ നേതൃത്വത്തിലാവും സഹോദരങ്ങളെ ഇസ്ലാമിക പ്രവർത്തനം നടക്കുന്നത്. 4 ഇമാമിങ്ങളുടെ കാലഘട്ടം. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഖുറൈശ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 പണ്ഡിതന്മാർ അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ലോകത്തിന് മാതൃക കാണിച്ച മഹാനായ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹു, ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവിടെ നിർവഹിച്ചു. പിൽക്കാലത്ത് വന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ഇമാം നബവിയും ഇമാം റാഫിഈയും എന്ന് തുടങ്ങി ഇമാം ഇബ്നു ഹജർ തങ്ങളും, അങ്ങനെ അൽഹംദുലില്ലാഹ് 1921 വരെ നമ്മുടെ കേരളത്തിൽ സുന്ദരമായ ഇസ്ലാം സ്വഹാബികളുടെ നേതൃത്വത്തിൽ, മഹാന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു പോന്നു. സ്വഹാബികളാണല്ലോ ഇവിടെ ദീൻ പഠിപ്പിച്ചത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. പിന്നീട് അവിടെ നിങ്ങൾ നോക്ക്, എത്ര വലിയ മഹാന്മാർ ഇവിടെ വന്നു. നമ്മുടെ തൊട്ടടുത്തല്ലേ മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുള്ളത്, ഉമർ ഖാദി തങ്ങളുള്ളത്, മഹാനായ മഖ്ദൂം ബാരി ജീവിച്ചത് നമ്മുടെ കേരളത്തിലല്ലേ സഹോദരന്മാരെ. ഈ അടുത്ത പ്രദേശത്ത്, നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് നേതൃത്വം നൽകിയ വലിയ ബഹുമാനപ്പെട്ട ജമലുൽ ലൈൽ സയ്യിദ് പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാര്, സാദാതീങ്ങൾ നമുക്ക് വഴി കാണിച്ചു തന്നു. ആ വഴി 1921 ശേഷം ഇവിടെ പുത്തൻവാദികൾ വന്ന് വികലമാക്കാൻ തുടങ്ങിയപ്പോ പണ്ഡിതന്മാര് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സഭയ്ക്ക് തന്നെ രൂപം കൊടുക്കുന്നത്. സത്യത്തിൽ ഈ പുത്തൻവാദികളെ എതിർക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അതാ ഒരു വലിയ സമരം ഇവിടെ നടന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും, മഹാനായ കണ്ണിയത്ത് ഉസ്താദും, മുത്തുബി മുഹമ്മദ് മുസ്ലിയാരും, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും, സർവ പണ്ഡിതന്മാരും അതാ സുന്നത്ത് ജമാഅത്തിന്റെ ജൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോവാൻ അഹോരാത്രം പരിശ്രമിച്ചു. അവർ പ്രത്യേകം എടുത്തു പറയേണ്ട മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ഈ അടുത്ത് വഫാത്തായി പോയ ഉസ്താദുൽ അസാതീദ് ശൈഖുനാ ഓകെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഈ പണ്ഡിതന്മാരെല്ലാം കാണിച്ചു തന്ന മാതൃക, ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഇന്ന് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ പണ്ഡിതനാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. അതേ, ഞാൻ പറഞ്ഞല്ലോ, ഏത് കാലത്തും പുത്തൻവാദികളെ എതിർക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ സ്ഥിരപ്പെടുത്താനും ലോകത്തുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ആളുകൾ സംഘടിക്കുന്നതും ആദർശപരമായ പോരാട്ടം നടത്തുന്നതും. അതാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇനി നമ്മൾ ഒരു അന്വേഷണം നടത്തുകയാണ് സഹോദരങ്ങളെ. കാന്തപുരം ഉസ്താദ് ഇവിടെ എന്ത് ചെയ്തു? ഉസ്താദ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന മേഖല എന്തായിരുന്നു? പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യവും അവസാനവും പറയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദ് ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. ഉസ്താദ് അവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്ന സർവ പുത്തൻവാദികളെയും ഇരുത്തേണ്ടടുത്തിരുത്തി എന്നതാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ ചെയ്ത ഏറ്റവും വലിയ ത്യാഗവും ഉസ്താദിന്റെ പ്രവർത്തനവും. അതിന് എല്ലാവരും അനുഭവിച്ചറിയാണ്. ഇൻഷാ അല്ലാഹ് നോക്കൂ നിങ്ങൾ, കൊട്ടപ്പുറം സംവാദ് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഉസ്താദ് അവറുകൾ നടത്തി. ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഞാൻ വിശദീകരിക്കും. അപ്പൊ എന്റെ ഒന്നാമത്തെ വിഷയം അവിടെയാണ്, ഉസ്താദ് അവറുകളുടെ പ്രവർത്തനം. ആരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചത്? അതിന്റെ ഫലം ഇപ്പോൾ ഇവിടെ എത്തി. ഉസ്താദ് അവറുകൾ വളരെ ശക്തമായി പ്രവർത്തിച്ചപ്പോ ഇത്ര ശക്തമായി പറയണോന്ന് ചോദിച്ച ആളുകൾ പോലും
ഇന്ന് അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ അൽഹംദുലില്ലാ കൊട്ടപ്പുറത്തും അതുപോലെ പല സ്ഥലങ്ങളിൽ നടന്ന വാദപ്രതിവാദത്തിന്റെ ഫലമായി ഇന്ന് കേരളക്കരയിൽ മുജാഹിദുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേട് നിങ്ങളൊന്ന് കാണിക്കണം. ആരാണ് ആ രൂപത്തിൽ മുജാഹിദുകളെ എത്തിച്ചത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാന്തപുരം ഉസ്താദിന്റെ ദൗത്യം എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വെറുതെ അങ്ങ് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ അച്ഛനൊന്നും എടുക്കും. ഞാൻ ആദ്യം അയാളൊന്ന് കാണിച്ചു. വഹാബിസത്തിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഫാദർ ജോൺസന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അടിവരയിടുകയാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളുടെ നേതാവാണ്. അവരുടെ സഭയുടെ ഹെഡാണ്. മലബാർ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്തീയ പുരോഹിതൻ ഫാദർ ജോൺസ്. അദ്ദേഹവുമായി നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ SSFന്റെ പ്രവർത്തകർ വാദപ്രതിവാദം നടത്തി. ഈ അടുത്ത് ക്രിസ്ത്യാനികളുമായി ഒരു വാദപ്രതിവാദം മുജാഹിദുകൾ നടത്താറുണ്ടല്ലോ ക്രിസ്ത്യാനികളുമായി, സ്നേഹ സംവാദമൊക്കെ. പക്ഷേ സംവാദത്തിന്റെ അവസാന ഭാഗത്ത് അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇനിമേലിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കാന്തപുരം ഉസ്താദിന്റെ മക്കളുമായി ഞാനൊരു സംവാദത്തിന് വരികയില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മുജാഹിദുകൾ വന്നാ വരുമോ? അത് വരും. കാരണം അവർക്ക് വിവരമില്ല, നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. നമ്മൾ പൈസ കൊടുത്ത് പറയിപ്പിച്ചൊന്നുമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പരസ്യമായി അംഗീകരിക്കുന്ന ഒരു സത്യമാണത്. AP ഉസ്താദിന്റെ ആളുകളുമായി ഒരു ഡിബേറ്റിന്, ഒരു വാദപ്രതിവാദത്തിന് ഞാനില്ല. ISMകാരൻ വന്നാലുണ്ടാവും, മുജാഹിദുകാർ. അപ്പൊ ഞാനിങ്ങനെ പണ്ട് ആലോചിച്ചിരുന്നു, എന്താ ഈ മുജാഹിദുകളോട് ഇവരിങ്ങനെ വാദപ്രതിവാദത്തിന് പോകുന്നത് ക്രിസ്ത്യാനികൾ? അപ്പൊ ഇതിന്റെ കാരണം എന്താ? അച്ഛൻ പറഞ്ഞപ്പോഴാ മനസ്സിലായത്, ഇവർക്ക് ഇസ്ലാമെന്ന് അറിയില്ലല്ലോ. ആർക്ക്? നമ്മളെ ഈ മുജാഹിദുകൾക്ക്. അവരുമായി വാദപ്രതിവാദം സുഖമായി നടത്താലോ. നമ്മൾ പഠിച്ച നമ്മുടെ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴല്ലേ അതിന്റെ ഉള്ളഴിഞ്ഞത്. നോക്കൂ നിങ്ങൾ. അപ്പോ എല്ലാ രംഗത്തും ഉസ്താദ് അവരുടെ പ്രവർത്തനം എല്ലാ മേഖലയിലും മുടച്ചു നിൽക്കുന്നു എന്നാണ് ആദ്യമായി നിങ്ങൾ കേട്ടോളൂ. ഫാദർ ജോൺസ് പറയട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇൻഷാ അല്ലാഹ് ഞാൻ വഹാബിസത്തിന്റെ പുതിയ ഗതികളിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചാൽ മുജാഹിദുകാരുമായിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അതിന് തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സത്യം സംസാരിക്കണം. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ നമ്മൾ പങ്കുവെക്കുകയാണ്. ആ പങ്കുവെക്കലാണ് നാം തുടരേണ്ടത്. തീർച്ചയായിട്ടും അടുത്ത ഒരു സമയത്ത് തന്നെ ഒരു പങ്കുവെക്കലുണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് വീണ്ടും ചർച്ച ചെയ്ത വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പിരിയാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, AP സുന്നി വിഭാഗത്തോടെ ഒരു ഡിബേറ്റ് ഞാനില്ല. നിച്ചപ്പൂത്തുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ISMകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനുണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം. അപ്പോ അയാൾക്ക് പോലും അറിയുന്ന സത്യമാണ് ഈ മുജാഹിദിന്റെ കയ്യിലൊന്നുമില്ല. അത് സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു എന്നതാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ പവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറിയോ നിങ്ങൾക്ക്? മുജാഹിദ് വന്നപ്പോ ചെറിയൊരു സാധനമൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ പോലെയുള്ള ലോക്കല് മൗലവിമാരുമായിരുന്നില്ല. വളരെയേറെ വിവരവും വിവേകവുമുള്ള പലരും അതിൽ പെട്ടുപോയിട്ടുണ്ട്, മുൻകാലങ്ങളിലുണ്ട്. പക്ഷേ ആദർശത്തിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നല്ല. ഉസ്താദിന്റെ പോരാട്ടത്തിന്റെ ഫലം നിങ്ങൾ ആദ്യമൊന്ന് അനുഭവിച്ചോളൂ. അതിന്റെ പിന്നിൽ ആരാന്ന് ഞാൻ മുജാഹിദുകളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. നമ്മൾ തർക്കിക്കണ്ട. ആദ്യത്തെ മുജാഹിദുകളുടെ വാശിയും അവരുടെ പ്രസ്താവനകളും കേട്ടാൽ കൊല്ലങ്ങളെ കൊണ്ട് കേരളം തന്നെ അവരടക്കി ഭരിക്കുമോ എന്ന് തോന്നിപ്പോയി. അത്രയും വലിയ ഗർഭില വരവ്. ബാലുശ്ശേരിയൊക്കെ ആദ്യകാലത്ത് നടത്തിയ 2 പ്രസംഗം കേട്ടോ നിങ്ങൾ. അയാൾ പറയുന്നത് വികലാംഗരല്ലാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമാണ്. കേട്ടോളൂ ആദ്യകാലത്തെ പ്രസംഗങ്ങൾ. അവരുടെ പഠിപ്പിച്ചതെന്തോ അതാണ് സഹാബികൾ മനസ്സിലാക്കിയത്. സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്.
നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പച്ചവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രം. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗതയുണ്ട്. അവരൊക്കെ വികലാംഗരാണ്, മതത്തിന്റെ വികലാംഗരാണ് അവർ. ഒരുപാട് തകരാറുകളുണ്ട് നടത്താം. അപ്പൊ മതത്തിന്റെ വികലാംഗരാണ് അവരൊക്കെ എന്നാ പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞില്ല, എന്തെല്ലാം പറഞ്ഞു അറിയൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും മുശ്രിക്കാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി സൽസബീലിൽ എഴുതിയതാണ്. നമ്മൾ ആരും കാണാത്ത ഒരു ആയത്ത് അയാൾ മാത്രം കണ്ടു. എന്തെല്ലാം സംഭവങ്ങൾ എടുക്കുക. ഇയാളൊരു പ്രസ്താവന കൂടി കേട്ടോ, ഞാൻ പുതിയ സംഭവങ്ങളിലേക്ക് വരാം. വഹാബിസം കൂടുതൽ പറയാൻ നമുക്ക് ടൈമില്ല, വലിയ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാൾ ഹുസൈൻ സലഫിയാണ്, ജാഹിദുകൾക്ക് സുപരിചിതനാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. സമസ്തയിൽ മെമ്പറാവണമെങ്കിൽ തന്നെ മാനസിക രോഗം വേണം. ഇവരുടെ ഒരു അഹങ്കാരത്തിന്റെ പരിധി എത്രയാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാര് പ്രവർത്തിച്ചതല്ലേ? കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള ബഹുമാനപ്പെട്ട സ്വദഖത്തുള്ള ഉസ്താദിനെ പോലെയുള്ള മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ജീവിച്ച് ഭരിച്ചുപോയ ഈ മഹാപ്രസ്ഥാനത്തെ ഒരു ലജ്ജയുമില്ലാതെ മാനസിക രോഗി എന്ന് വിളിക്കുന്ന ഹുസൈൻ സലഫി ഒന്ന് കണ്ടോളുങ്ങൾ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരു ഇത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിന് പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൽ ഫുള്ള് ലൂസാ. കണ്ടോ നിങ്ങള്? മുജാഹിദുകൾ ആഘോഷിക്കുകയാണ് സമസ്തയിൽ മെമ്പറാകണമെങ്കിൽ മാനസിക രോഗം വേണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ ആ ബാബ് തുറന്നാൽ അത് മാത്രം പറയേണ്ടി വരും. ഒരു കാലത്ത് അവരുടെ അഹങ്കാരത്തിന്റെ കാലമായിരുന്നു. പക്ഷേ നമ്മുടെ ഉലമാക്കൾ അവരെ പിടിച്ചുകെട്ടി. EK ഹസൻ മുസ്ലിയാരും മഹാനായ ഖബറുൽ ഉലമ ഉസ്താദ് അവറുകളും സജീവമായി പ്രവർത്തിച്ചു. അറിയോ നിങ്ങൾക്ക്? അവസാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പാവപ്പെട്ട ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ സയ്യിദന്മാരും ആലിമീങ്ങളും അതാ നമുക്ക് ആശീർവാദം തരുമ്പോ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഇൻഷാ അല്ലാഹ് ഒരു 4-5 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് മുജാഹിദ് എന്ന പ്രസ്ഥാനത്തെ തന്നെ കേരളത്തിൽ നിന്ന് നാട് കടത്തുക തന്നെ ചെയ്യും. അതിൽ യാതൊരു അഭിപ്രായവുമില്ല. ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത മുജാഹിദുകൾക്ക് പോലും അത് ബോധ്യപ്പെട്ടു. എവിടെ എത്തിന്ന് എടുക്ക് ബാലുശ്ശേരിയെ ഞാൻ കാണിച്ചു തരാം. പുതിയ 1-2 സംഭവവികാസം കണ്ടോ? ഉസ്താദ് അവറുകളുടെ ഈ മുന്നേറ്റത്തിന്റെ ഫലം കൂടി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കറിയാം. മുജാഹിദ് ബാലുശ്ശേരി, അയാളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന സുഹൃത്തായ നാസർ സുല്ലമി, എളുപ്പം മറുപക്ഷത്താണ്. നാസർ സുല്ലമി പറയാണ്, ബാലുശ്ശേരിക്കാരാ, നീയും സമസ്തക്കാരെ പോലെ തന്നെയല്ലേ, എന്ത് വ്യത്യാസമാണ് നീ ഉള്ളത്? അപ്പൊ ഇയാൾ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ നാസർ സുല്ലമി, നിങ്ങൾ എങ്ങനെ ഞങ്ങളെ തുടർന്ന് നിസ്കരിക്കും? നിങ്ങൾ എങ്ങനെ ഞങ്ങളെ പെൺമക്കളെ വിവാഹം ചെയ്യും? അവിടെ വരെ എത്തിയിട്ടുണ്ട്. മുജാഹിദുകൾ തമ്മിൽ കണ്ടാൽ സലാം പറയുന്നില്ല, പരസ്പരം തുടർന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ഇന്നലെ ഒരു മൗലവി പറഞ്ഞു, മസ്ജിദുൽ ഇമാമൈനി എന്ന് പറഞ്ഞൊരു പള്ളിന്റെ അത്ര ഇവിടെ കോഴിക്കോട് ജില്ലയിൽ. അതെന്താ? ഒരേ സമയത്ത് 2 ഗ്രൂപ്പിന്റെ നിസ്കാരം നടന്നത്. അതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നൊക്കെ പറയുന്നത് പോലെ. എന്തെല്ലാം സംഭവങ്ങളാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു വലിയ മാറ്റം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടായി അത് ഞാൻ മുജാഹിദുകളെ കൊണ്ട് തന്നെ പറയും. ആരും അതിൽ തർക്കിക്കൊന്നും വേണ്ട, അത് ആരാന്ന് മുജാഹിദുകൾക്ക് എന്നെ നന്നായി അറിയാം. ഞാൻ അതിലേക്ക് വരുന്നു. ബാലുശ്ശേരി സുല്ലമി, നാസർ സുല്ലമിയുടെ ക്ലിപ്പിട്ട് കൊണ്ട് പ്രസംഗിക്കാൻ കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരാരാന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവര് ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമസ്തക്കാരുമായി ദഅവത്ത് നടത്തുമ്പോ അവരോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? അതെ. അങ്ങനെ പറയുമ്പോ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അതിന് മറുപടി പറയാറുള്ളത് എങ്ങനെയാണ്? ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ? അത് ഇസ്തിഗാസയാണ്. ഞങ്ങൾ സഹായം ചോദിക്കുകയാണ്, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഒരു അക്രമമാണ് നാസർ സുല്ലമി ഇവിടെ വീണ്ടും ചെയ്തത്. അതെന്താ? മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, മമ്പർ ഞങ്ങളെ കാക്കണേ, റസൂലുള്ളാഹി രക്ഷിക്കണേ,
എന്ന് അവർ പറയാറില്ലേ എന്ന് ചോദിച്ചാൽ സമസ്തക്കാരെന്താ പറയാ? നിങ്ങൾ ദ്വേരത്തിനില്ല, ഇസ്തിഹാസയാണ് നടത്തുന്നത്. ഇതുപോലെയാണ് നമ്മൾ. അപ്പൊ എന്ത് വന്നു? അവിടെ ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. നാസർ സുല്ലമിയുടെ വാദപ്രകാരം ഞങ്ങളൊക്കെ ആരാണ്? സമസ്തക്കാർ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും മനസ്സിലായിക്കോളി, സമസ്തക്കാർ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ തുടരാമോ? ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിക്കാമോ? ഇനി ഞങ്ങൾ മരിച്ചാൽ, കാന്തപുരം ഉസ്താദ് മരിച്ചാൽ നിങ്ങളുടെ വിശ്വാസം എന്താ? ശിർക്കിലായിട്ട് മരിച്ചു എന്നാ. അദ്ദേഹത്തിന് ഇസ്തിഗ്ഫാർ തേടാമോ? എങ്കിൽ സക്കരിയ സ്വലാഹിക്കും അബ്ദുൽ ജബ്ബാർ മൗലവിക്കും ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ എത്താൻ പറ്റുണ്ടോ? നാസർ സുല്ലമി എന്ന് പറയുന്നത് അപകടകാരിയാണ്. മുജാഹിദുകളെ, നമ്മളെ തമ്മിൽ തല്ലിക്കുന്ന മടവൂർ വിഭാഗത്തിന്റെ ചാരനാണ് അയാൾ. അയാളെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ കണ്ടോ നിങ്ങൾ, ഏത് മൗലവി അപകടകാരിയാ? നാസർ സുല്ലമി മാത്രം എല്ലാവരും അപകടകാരിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ മുജാഹിദുകൾ ഇപ്പൊ എവിടെ എത്തി? ഈ സമുദായത്തെ നശിപ്പിച്ചവർ ഒടുവിൽ എവിടെ എത്തി? അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തമ്മിൽ എങ്ങനെ ഇനി തുടരുക? നമ്മളെങ്ങനെ നമ്മൾ മറ്റു മൗലവിന്റെ മോളെ കിട്ടുക? എല്ലാം മാത്രമല്ല, ഒന്നുകൂടി കാണിക്കാം. ഇപ്പൊ നമ്മൾ ആഘോഷത്തിന്റെ കാലല്ലേ? AP ഉസ്താദും താജുൽ ഉലമയും നേതൃത്വം നൽകിയ ഈ മഹാപ്രസ്ഥാനം അതിന്റെ മുന്നോട്ടുള്ള യാത്ര തുടർന്നപ്പോ എവിടെ എത്തി? ഒരു കൊല്ലം മുമ്പ് വരെ നമ്മുടെ ഉസ്താദുമാരോട് വാദപ്രതിവാദത്തിന് വന്ന 2 മൗലവിമാർ. ഒന്ന് സക്കരിയ സ്വലാഹി, സുപരിചിതനാണ് നിങ്ങൾക്ക്, റൗള പൊളിക്കുന്നു പ്രഖ്യാപിച്ച ആളായി. പക്ഷേ റൗള പൊളിക്കുന്നതിന് മുമ്പ് അയാളെ KNM ഔട്ടായി പോയി. അത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അയാളുടെ കൂടെയുള്ളതാരാ? അനസ് മൗലവി. രണ്ടാളും ഒരേ സ്റ്റേജിൽ നമുക്ക് മറുപടി പറയാൻ വന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോ ഒരു മൗലവി മറ്റേ മൗലവിനോട് പറയുന്ന കേട്ടോ നിങ്ങൾ. അനസിനോട് സക്കരിയ പറയാണ്, അനസേ, നീ ഒന്നും കുളിച്ചാലും നന്നാവൂല, അത്രയും വൃത്തികെട്ട് പോയി എന്നാണ്. അൽഹംദുലില്ലാഹ്, ഖുത്ബുൽ ആലം തങ്ങളെ സംബന്ധിച്ച് വിമർശിച്ചപ്പോ നിങ്ങൾ ഓർത്തില്ല ഇത് അല്ലേ? മഹാനായ മമ്പുറം തങ്ങളെ സംബന്ധിച്ച് കിടത്തിയിട്ട ബിംബമാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുമെന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇല്ല. കണ്ടോട് നിങ്ങൾ തല്ലി തകരുകയല്ലേ ആ സാധനം? ഹയാത്തിലുണ്ടോ ഇന്ന് മുജാഹിദുകൾ? എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. കൊടുവള്ളി മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണ്. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? മടവൂരികൾ കാണുന്നില്ല, ഒക്കെ നവമടവൂരിയാ. നിങ്ങൾ മടവൂരികളെ കാണുമോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവരെ തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ? നിങ്ങളെ നാറ്റം പോയിട്ടില്ല, നിങ്ങളെ നാറ്റം പോകില്ല. കാരണം നിങ്ങളെ കോരിക്കളയാന്ന ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ അകത്തേക്ക് കഴിക്കുകയായിരുന്നു, സേവിക്കുകയായിരുന്നു. അതിങ്ങനെ മടവൂരിസം സേവിച്ച് 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 ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷത്തിലധികം നിങ്ങൾ ആ മടവൂരിസം തെരുവോരങ്ങളിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരെന്താണെന്നറിയോ? KJU ആദർശ വിശദീകരണം. മടവൂരിസം ഛർദ്ദിക്കുകയാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ വീണ്ടും സമ്മേളനത്തോടനുബന്ധിച്ചും സമ്മേളനത്തിലുമൊക്കെ അത് ഛർദ്ദിച്ചു. ഇപ്പോ നമ്മൾ ചെറിയ രനീമ കൊടുത്തു സമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞു, സമ്മേളനത്തോടനുബന്ധിച്ച് രനീമ തരാൻ പോണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് എത്തുമ്പോഴത്തിന് ഹുസൈൻ സൽവി കൊടുത്തു രനീമ. ഇപ്പൊ നിർത്താതെ ഛർദ്ദിയ. പുത്തൻ ഗർഭം ധരിച്ച പെൺകുട്ടികളെ മാറി ഛർദ്ദിയോട് ഛർദ്ദി. കേട്ടോളി നിങ്ങൾ, ബാക്കി കേട്ടോളി. ഞങ്ങൾ നിങ്ങൾ കുളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. മീൻ നന്നാക്കുമ്പോൾ നന്നാക്കണം, എന്നാ ക്ലിയർ ആവും. നാറ്റം നാലും പോകില്ല. അവിടെ നിൽക്കട്ടെ. നോക്കി നിങ്ങൾ, ഇവർക്ക് വന്ന് എന്നിട്ട് ബാലുശ്ശേരി ഒന്നുകൂടി പറഞ്ഞ അനസിനോട്, അനസേ, നീയൊക്കെ ജീവിക്കുന്ന ദുന്യാവിൽ എന്തിനാടാ ഒരു സുനാമി? നീ തന്നെയാണ് ഏറ്റവും വലിയ സുനാമി. എന്നിട്ട് മുജാഹിദുകളോട് ആഹ്വാനം ചെയ്യാ, ബാലുശ്ശേരിക്കാരൻ, ഇവനെയൊക്കെ കൈകാര്യം ചെയ്യുകയല്ലേ വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇത്ര നശിച്ചൊരു ടീം ഇല്ലാതെയായി പോയി. അത്രയും നശിച്ചു പോയി അവർ. കണ്ടോ നിങ്ങൾ ബാലുശ്ശേരി അനസിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, പേടിക്കണം. പറഞ്ഞോളൂ. എന്തറിയോ, നാളെ ഓല ടീം ഇപ്പൊ ഒരാളെ കുറിച്ച് സാമ്പത്തിക ആരോപണം ഉന്നയിച്ചാൽ അനസ് ക്ലിപ്പിംഗ് ഇടാറായിക്കല്ലോ. സാമ്പത്തിക ആരോപണം വേറൊരു അറസ്റ്റ് ചെയ്ത ഒരു ജോർജിനെ എന്നിട്ടായി കാണിച്ചിട്ട് എനിക്ക് അനസിനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ മനുഷ്യൻ തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ?
എനിക്ക് ചിന്തിക്കാൻ ആക്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ പടച്ചിറപ്പ്, ഇവനൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ഇനി എന്തിന് സുനാമി, ഇനി എന്തിന് ഭൂകമ്പം, ഇനി എന്തിനൊരു കോളിളക്കം, ഇനി എന്തിനൊരു ബോംബ് സ്ഫോടനം നാഥ. ഇവനൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം, കേരള ജനതയ്ക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം. സഹിക്കാൻ കഴിയാത്തല്ലേ നിങ്ങള്? നോക്കി ഒരു അയൽവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ആ പെണ്ണ് വ്യഭിചരിച്ചു എന്നിട്ട് ഓൻ കാണിക്കുന്ന ലണ്ടനിൽ നടന്നൊരു വ്യഭിചാരം. ഓനെ വിടാവോ? ഓനെ വിടാവോ? ചിന്തിക്ക്, ഓനെ വിടാവോ? ഓനെ കൈകാര്യം ചെയ്യണ്ടേ? ശരിക്കും ന്യായമുള്ള അതാ കണ്ടങ്ങള് യാതൊരു ഒഴിവില്ലാത്ത രൂപത്തിൽ. എന്തേ കാരണം? എന്തുകൊണ്ടത് സംഭവിച്ചു? മുജാഹിദുകൾ ഇവിടെ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയില്ല. ഒരു സാധാരണക്കാരനായ മുജാഹിദിനോട് മൗലവിന്റെ വാദെന്താ? മോനെ, നീ ഒരു പണ്ഡിതനെയും തഖ്ലീദ് ചെയ്യരുത്, അംഗീകരിക്കരുത്. നീ നമ്മളെ ചേളാരി അങ്ങാടിയിൽ പോകുമ്പോൾ ബുക്ക് സ്റ്റാൾ ഉണ്ടാവും, അവിടുന്ന് ഒരു ഖുർആൻ പരിഭാഷ വാങ്ങും. എനിക്ക് കോഴിക്കോട്ട് പോകുമ്പോൾ ഒരു ബുഖാരിന്റെ പരിഭാഷ, ബുഖാരി എന്നൊന്നും പറയാൻ അറിഞ്ഞു, ബുഖാരിന്റെ പരിഭാഷയും ഖുർആൻ പരിഭാഷയും വാങ്ങിയാൽ അവൻ വലിയ പണ്ഡിതനായി എന്നല്ലേ മുജാഹിദ് 8 ഗ്രൂപ്പിന്റെ അടുത്തുള്ളത്. പക്ഷേ സഹോദരങ്ങളെ, ഇപ്പെന്തായി? മുജാഹിദ് മൗലവിമാർ പഠിപ്പിച്ചോട് നിങ്ങൾ നേതൃത്വത്തെ അംഗീകരിക്കുന്ന മടങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതനുസരിച്ച് ജീവിച്ചാൽ മതി. ഇപ്പൊ എവിടെത്തി? ഇപ്പൊ ജംഇയ്യത്തുൽ ഉലമാറിനൊരു സാധനം ഉണ്ടല്ലോ ഓൽക്ക് അപ്പുറത്തെ. അവര് മക്കളോട് പറയാണ്, ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കണം കേട്ടോ. അപ്പൊ ഇവര് ചോദിക്കുക, എന്ത് ജംഇയ്യത്തുൽ ഉലമ? ജംഇയ്യത്തുൽ ഉലമനെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾക്കായി തന്നെ ശൂന്യായിക്കൂടെ? ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. പണ്ഡിതന്മാരുടെ പിന്നിൽ സമൂഹം അണിനിരന്നപ്പോ പണ്ഡിതന്മാരിൽ നിന്ന് സമൂഹത്തെ വേർപെടുത്താൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവർ പക്ഷേ ഇന്ന് പ്രതികൂട്ടിലാവുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മഹാമുന്നേറ്റത്തിൽ നിങ്ങൾ കണ്ടോളൂ, യൂസുഫ് മുസ്ലിം മൗലവിയും മുസ്ലിയാരായിരുന്നു അയാൾ, പിന്നെ മൗലവിയായതാ. അയാളും സക്കരിയയും ഒരേ ഗ്രൂപ്പായിരുന്നു. ഒരു മാസമായിട്ടുള്ളൂ തെറ്റിയപ്പോ 2 മൗലവിമാര് തമ്മിൽ പറയുന്നത് കേട്ടോളൂ. ഒരു മൗലവി മറ്റേ മൗലവിയോട് പറയാണ്, എടാ ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാ പിന്നെ എത്ര വലിയ ആളായിട്ടും കാര്യം ഞങ്ങൾ പുറത്താക്കും. അത് ഷാർജയിൽ നിന്ന് വന്ന മൗലവിയായാലും കുഴപ്പമില്ല, പാട്ടുപാടുന്ന മൗലവി ഹുസൈൻ സലഫിനെ കുറിച്ചാ. അപ്പൊ ഇയാൾ ചോദിക്കാണ്, സക്കരിയ ചങ്ങാതി, നീയൊക്കെ എന്നാ ഖുറാഫിയായത്? ജംഇയ്യത്തുൽ ഉലമനെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മുജാഹിദ് ആവണോ? നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഇവര് പാകെ ഇടങ്ങാറായി. ആരും ആരും അംഗീകരിക്കാത്ത ഒരു ചുറ്റുപാടിലേക്ക് മുജാഹിദുകൾ മാറും. കണ്ടോളൂ ഒന്നുകൂടി. ഇയാൾ അവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയാ ഇപ്പൊ നമ്മളെ പുതിയ കൂട്ടരാ. അത് ഞാൻ പറയണ്ടേയില്ല. ഓരോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ജംഇയ്യത്തുൽ ഉലമ അതിനേക്കാളും വലിയ എത്ര വലിയ ഹോജ പറഞ്ഞ ഓനും പഠിക്ക് പുറത്താ. വലിയ ഹോജ ആയാലും ശരി, ഈണത്തിൽ പാട്ട് പാടിയാലും ശരി, ചാർജ് എന്ന് പ്രസംഗിച്ചാലും ശരി, യവനാലും പാടില്ല. ജംഇയ്യത്തുൽ ഉലമ കൂടിയിരുന്ന ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ ഞാൻ പിന്നെ ഇതിന്റെ ആളെന്ന് പറഞ്ഞ് നടക്കുന്നതിനാ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഞാൻ എന്റെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യ പറഞ്ഞത്. ഇയാൾക്ക് വലിയ ബുദ്ധി ഉണ്ടാകാൻ നമ്മളെ നല്ല കാലം ഒരരണന്റെ ബുദ്ധി ഉണ്ടായിട്ടപ്പോ ഇങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് ചങ്ക് തൊടാതെ വിഴുങ്ങണമല്ലോ. ഏതാ ഖുറാഫിങ്ങള്? ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഖുർആനും ഹദീസിനും യോജിച്ചെടുക്കണം എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഹുസൈൻ സലഫിയെ പാട്ടുപാടി പ്രസംഗിക്കുന്ന ആളിന്ന് സാധ്യത പരിഹരിച്ചെടുക്കല്ല, അതൊക്കെ പേരോടിന്റെ വിരോധ. പേരോട് പറഞ്ഞതാണ്. ഈ മൗലവിന്റെ ശബ്ദം കേട്ടിട്ട് കുടുങ്ങല്ല, കേട്ടില്ലേ? ഹുസൈൻ സലഫിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആ ശബ്ദത്തിൽ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ ആളുകൾക്ക് അദ്ദേഹം തൗഹീദ് നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് അയാളെ പ്രധാനപ്പെട്ട കഴിവ്. അപ്പൊ എന്തായി? ആകെ അടിപിടി. വെറുതെ അടിപിടിയല്ല കേട്ടോ. സക്കരിയ പറഞ്ഞ സുന്നിയാള് ഗ്രൂപ്പായ പോലെ അല്ല മുജാഹിദ് ഗ്രൂപ്പായത്. മുജാഹിദ് 8 ഗ്രൂപ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ മൈന 8 ഗ്രൂപ്പ് പറയുന്ന ഓരോ ഗ്രൂപ്പും കാഫിറും മുശ്രിക്കും നരകത്തിലുമാണ്. അതാണ് മിനിമം വാദം. അതിന് ചെറിയൊരു വാദം പിന്നെ ഇല്ല. അവിടെയാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായ പോയിന്റ്. അതുകൊണ്ടാണ് ബാലുശ്ശേരിക്കാരൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മുജാഹിദാകുന്ന കപ്പൽ അത് കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി അത് ഒരിക്കലും പുറത്തു വരാത്ത രൂപത്തിൽ അപകടത്തിലാന്നാ പറഞ്ഞത്. അതിന് നമ്മൾ ആ യൂസുഫ് അലി ഒന്നുകൂടി എടുത്തു. എന്താ പറഞ്ഞറിയോ? ഏത് വിഷയവും മുജാഹിദുകൾക്കോ ലാസ്റ്റ് മന്ത്രിക്കാനും കൂടി തുടങ്ങിയല്ലോ. അപ്പൊ നേരത്തെ കേട്ട യൂസുഫ് മൗലവി പറയുന്നുണ്ട്, എന്താ ഇപ്പൊ നമ്മളെ അവസ്ഥ? സുന്നിയാളെക്കാൾ മോശമായി. സുന്നിയാള് തുണിയെടുത്ത അസ്മാവ്, നമ്മൾ പാന്റ് എടുത്ത അസ്മാവ്.
വേറെന്ത് വ്യത്യാസം അപ്പൊ നമ്മളുള്ളത്? നമ്മളും സുന്നിയാളൊക്കെ സമം തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമായി വഹാബിസം പതറുകയും നശിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് എന്ന് വിലയിരുത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കാണുക. യൂസുഫ് ഒന്നുകൂടി കൊണ്ട് അയാൾ പറയട്ടെ. സുഹൃത്തുക്കളെ, ഇവിടുത്തെ മുസ്ലിയാര് പറയാണ്, യൂസുഫ് മുസ്ലിയാര് ഇവിടുത്തെ വലിയ ഹോജ അയാളാണല്ലോ, അയാള് പറയാ നമ്മള് മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാണ്. ഖുറാഫികൾ അസ്മാഇന്റെ പണിയില്ലേ, അസ്മാഉ തൽസമാത്തിന്റെ പണി, അത് കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് പേരിട്ട അസ്മാഉ. കേട്ടോളി അയാൾ പറയുന്നത്, വിജനപ്രദേശ സ്വജനപ്രദേശ. എന്താണ് ഇവരുടെ വലിയ ആളായി പോയി. എന്താ ആയത് നിങ്ങൾക്ക് അറിയോ മുജാഹിദീങ്ങളെ? നല്ലോ മനസ്സിലാക്കിക്കോളി. ഇത് നിങ്ങളോണ്ട് എരണിന്റെ ഇല മന്ദിരിപ്പിച്ച് യാസീന്റെ ഓരോ മുബീനുകളും ഊതിപ്പിച്ച് അടുപ്പിലിട്ട് കത്തിക്കാനുള്ള പണിന്റെ തുടക്കാണ്. അവിടേക്കാണിത് പോണത്. അത് നല്ലോ പരിചയമുള്ള ആളാ ഞാൻ. തൊട്ടടുത്ത കളത്തിലെ കുഞ്ഞിക്കോയ തങ്ങൾ വാപ്പന്റെ മുരീദൈ മനസ്സിലായില്ലേ? ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിന്റെ മുരീദാണ്. ആ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ എരണിന്റെ ഇല മന്ദിരിച്ചിട്ട് അത് ഓരോ മുബീനുകളും ഓതി അടുപ്പിലിട്ട് ജിന്നത മോളാ ആ പോക്കാനുള്ള പരിപാടിക്ക് KNMന്റെ ഒരു മേലൊപ്പ് വേണമെങ്കിൽ ഒരു പാൻറ് അസ്മായി, മറ്റതോ തുണിയെടുത്ത അസ്മായി, മറ്റേ സഞ്ചി പിടിച്ച അസ്മായി, ഇതോ പെട്ടി പിടിച്ച അസ്മായി. അതിന് KNMന്റെ ഒരു ശീല ആവശ്യമുണ്ടായിനി. അതിനങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങളും പഠിക്കും 101% പുറത്ത് ഔട്ട്. സംശയമുള്ള കാര്യത്തിൽ ഔട്ടാക്ക ഇല്ലാക്ക. എന്താ മൂപ്പര് കൊടുത്ത ചോറിന് കൂറുള്ള അടിമയാണ്, സംശയമൊന്നുമില്ല. ആളങ്ങ് പൊന്തിട്ട് ജാക്കി വെച്ച എങ്ങനെ പൊന്തു ആള്. നിങ്ങൾക്ക് മന്ത്രം എന്താണെന്നറിയാം മുസ്ലിയാരെ? മന്ത്രവാദം എന്താ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ മന്ത്രം? ആരാ മന്ത്രിച്ചത്? എപ്പോഴാ മന്ത്രിക്കാൻ? മുഴുവൻ പോയി എ മുതൽ Z വരെ. നിങ്ങൾ കണ്ടിട്ടില്ല? മുജാഹിദീങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ കൈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പിന്നെ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ട്. നമ്മളെ തൗഹീദ് അചഞ്ചലായതുകൊണ്ട് അളകൂല, ഒരു ചഞ്ചലാണല്ലോ. ഇപ്പൊ കോഴിക്കോട്ടൊരു വിഭാഗം യോഗം വെച്ചിട്ട് പറയാണ്, മുജാഹിദീങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ കൈവരല് JCB മോഡലാണ്. നമ്മൾ പറഞ്ഞതല്ല, എല്ലാം അവരെന്നെ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇയാൾ കണ്ടോങ്ങള് ഒരു ലോക്കൽ തൊപ്പിയിട്ട് വന്നിട്ട് പറയുന്ന എന്താ, അയാളെ പുറത്താക്കിയതിന് ശേഷം അയാൾ പറയാണ് നമ്മളെ ബാലുശ്ശേരിക്കാരനാ, മുജാഹിദാകുന്ന കപ്പൽ അത് കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 1 ഇഞ്ച് സ്ഥലം മാത്രമേ ഇനി കടലിൽ മുങ്ങാൻ ബാക്കിയുള്ളൂ. കേട്ടോളൂ നിങ്ങൾ, ബാലുശ്ശേരി പറയട്ടെ. അത് ഇന്നലെയും വിളിച്ചു ഞാൻ അവസാനമായി ഞാൻ പറഞ്ഞു, സ്നേഹത്തിന്റെ ഞാനേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആ കപ്പലിൽ നിന്ന് ചാടണം, മുങ്ങാൻ. ഒരൊറ്റ ഇഞ്ച് വിരലിന്റെ വലിപ്പത്തിൽ ഇനി കടലിൽ മുങ്ങാൻ ചാടിക്കൂടി. ഇപ്പൊ ഇപ്പുറത്ത് നൂഹ് നബിന്റെ കപ്പലുണ്ട്, മാലിക് റഹ്മത്തുള്ളാഹി സുന്നത്തിന്റെ കപ്പല്. അത് നല്ല ഉഷാറിൽ തിരമാല താണ്ടിക്കടന്ന് അങ്ങനെ പോവുകയാണ്. ആ കപ്പലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ കപ്പലാണ് താജുൽ ഉലമയുടെ കപ്പൽ. അത് മുങ്ങാത്ത കപ്പലാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമെന്ന് പറഞ്ഞ കപ്പൽ. ആ കപ്പലിലാണ് കയറേണ്ടത് സഹോദരങ്ങളെ. മനസ്സിലായോ? ഇനി ഒന്നുകൂടി ഞാൻ പറയാം. മുജാഹിദികളെ ഈ അവസ്ഥ എല്ലാം കണ്ടപ്പോ നമ്മളെ യൂസുഫ് മൗലവി സക്കരിയനോട് പറയാണ്, സക്കരിയ, നമ്മളെ ഈ കളിയൊക്കെ നമ്മളെ മുൻകാല നേതാക്കൾ കബർന്ന് കാണുന്നുണ്ടാവില്ലേ? ഇയാൾ പറയാ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ മുത്തന്നൂരിലെ മൊല്ലാക്കാരൻ ഒരാളെ കേട്ടിട്ടില്ല നിങ്ങൾ? പണ്ട് അയാൾ മുജാഹിദായ ഒരു മൊല്ലാക്ക, അയാൾ മരിച്ചപ്പോൾ മറവ് ചെയ്യാൻ ജനങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലം അയാൾ മയ്യത്ത് കൊണ്ടിരുന്നത്രേ. അപ്പോ ഈ യൂസുഫ് മൗലവി സക്കരിയനോട് പറയാ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുജാഹിദായത് ഈ മൊല്ലാക്കയ്ക്ക്, മുത്തന്നൂരിലെ മൊല്ലാക്ക. അയാളൊക്കെ കബർന്ന് നമ്മളെ ഈ കളി കാണുന്നുണ്ടാവില്ലേ? നമ്മൾ മന്ത്രിക്കാൻ തുടങ്ങി, ജിന്നിനോട് തേടിയാ ശിർക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ സക്കരിയ പറയാണ്, എന്താ ചങ്ങായി, എനിക്ക് അള്ളാന്റെ റസൂല് വരെ ഇവിടെ നടക്കുന്നത് കാണില്ല, എന്നിട്ട് അപ്പൊ എന്റെ മൊല്ലാക്ക. ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ആ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും തറക്കുന്ന രൂപത്തിൽ മുജാഹിദികൾ പരാജയപ്പെട്ടു. അതിന്റെ കൈപ്പിനീര് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ. ഇവിടെ പ്രസംഗിച്ച് യൂസുഫ് മുസ്ലിയാർ പറയാണ്, മുത്തനൂർ പള്ളിക്കേസിലെ മൊല്ലാക്ക ചോദിക്കും പരലോകത്ത്. ഒരാഴ്ചക്കാലത്തോളം
മുത്തന്നൂരിലെ ഒരു മയ്യത്തുമായി ആ കാലഘട്ടത്തിലെ ന്യൂനപക്ഷമായ മുജാഹിദുകൾ ഒരു ആഴ്ച കാലത്തോളം നടന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ മയ്യത്തിനെ നാളെ പരലോകത്ത് ഹാജരാക്കൂലേ? അയാളെ വന്ന പുനർജനിപ്പിച്ചു കൊണ്ടിരില്ലേ? എന്റെ മക്കളെ, എന്റെ മരണശേഷം നിങ്ങൾക്ക് സംഭവിച്ചൊരു വ്യതിയാനം, ശിർക്കിലേക്ക് ജിന്നിന്റെ പേരിൽ, ഇൻസിന്റെ പേരിൽ നിങ്ങൾ ശിർക്കിലേക്ക് ആപതിച്ചല്ലോ എന്ന് ആ മയ്യത്ത് അങ്ങോട്ട് ചോദിക്കും. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ആദർശപരമാണ്. മുത്തനൂര് വല്ലാക്ക ബർസഖിൽ ഇരുന്നിട്ട് മുജാഹിദികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ബായക്കാട്ട് നടക്കുന്നതും യൂസുഫ് വലിയാരുടെ പ്രസംഗവും. നാണമുണ്ടോ മുസ്ലിയാരെ നിങ്ങൾക്ക്? അള്ളാന്റെ റസൂല് പോലും ഇവിടെ നടക്കുന്നത് കാണുന്നില്ല. പിന്നെ മുത്തനൂര വല്ലാക്ക എവിടുന്ന നിങ്ങൾ കിതാബ് ഓതിയത്? ഓതി മറിഞ്ഞതാ? ഓതി ഒസ്താനായി കേട്ടിട്ടുണ്ട്. ഓതി ഓന്താകാൻ തുടങ്ങിയോ? ഇങ്ങനെ മറിയലുണ്ടോ? എന്താ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല എന്നല്ലേ? അത് വേണ്ട, വല്ലാക്ക കാണുന്നുണ്ടോ എന്ന് വേറെ കാര്യം. റസൂല് കാണുന്നല്ല പറഞ്ഞാണല്ലോ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹും റസൂലും നിങ്ങളെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, ആ നേതാവ് പറഞ്ഞല്ലോ, എന്റെ അമലുകൾ, എന്റെ ഉമ്മത്തിന്റെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടും. ഞാൻ ഇങ്ങനെ നോക്കും അവരെന്താ ചെയ്തത്. അവര് നന്മ ചെയ്തു എന്നറിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അതേ സമയത്ത് അവര് തിന്മ ചെയ്തു എന്നറിഞ്ഞാലോ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അപ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു മുന്നേറ്റത്തിന് ഇവിടെ തുടക്കം കുറിച്ചപ്പോ സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്ക്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ. അവരോട് വന്നപ്പോ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, നമുക്കതൊന്ന് പരിശോധിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച ദീനിനെതിരെ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മൗലവിമാര് രംഗത്ത് വന്നപ്പോ അവർക്കെതിരെ ശക്തമായ ഒരു പോരാട്ടമാണ് നമ്മുടെ പണ്ഡിത സമൂഹം ഇവിടെ നടത്തിയത് എന്ന് നിങ്ങൾ മറക്കണ്ട. അത് കൃത്യമായി ഈ സമൂഹത്തെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ മറക്കണ്ട. എന്തായിരുന്നു ഇയാളുടെ അവകാശവാദം? നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. അന്ന് വന്നപ്പോ ബഹുമാനപ്പെട്ടത് കാന്തപുരം ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? സക്കരിയ സരായി വന്നിട്ട് അയാൾ പറഞ്ഞു, ഇതാ ഞങ്ങൾ കാന്തപുരത്തെ ഒറ്റപ്പെടുത്താൻ പോവാണ്. എങ്ങനെ? അന്ന് മുജാഹിദുകൾ പിളർപ്പ് വരുന്നേ ഉള്ളൂ. ഈ കോലത്തിൽ അവർ നശിപ്പിക്കുന്നത് പെടുന്നതിന്റെ മുമ്പ് അവരുടെ പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ ഇപ്പൊ എന്തായി? ഇപ്പോൾ എന്തായി നിങ്ങൾ പരിശോധിക്കണം. കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞവർ ഒറ്റപ്പെട്ടു പോയി. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി നിങ്ങൾ കളിച്ചപ്പോ സഹോദരങ്ങളെ, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത ശക്തമായ ശിക്ഷയുടെ ഫലം മുജാഹിദ് കോലത്തിലായത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇയാളെ പഴയകാല പ്രസംഗം കേൾക്കാം. ഞങ്ങൾ കാന്തപുരത്തെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ പ്രസംഗം. കള്ളപ്രവാചകരുമായി വന്ന കാദിയാനികളെ ഒറ്റപ്പെടുത്തിയതുപോലെ കള്ളമുടിയുമായി വന്ന കാന്തപുരം ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തണമെന്ന ആഹ്വാനവുമായിട്ടാണ് മുസ്ലിം സംഘടനകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാന്തപുരത്തോടോ. അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പാരാ ഒറ്റപ്പെട്ടത്? സ്വലായി നിങ്ങളെ പ്രസ്ഥാനം നിങ്ങളെ ചെവിക്ക് പിടിച്ച് പുറത്ത് വലിച്ചെറിഞ്ഞില്ലേ? കാന്തപുരം ഉസ്താദ് ഇപ്പോഴും ഇസ്സത്തോടുണ്ടല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങൾക്കാണ് അബദ്ധം സംഭവിച്ചു പോയത്. ഇനി നമ്മളൊന്ന് പരിശോധിക്കണം, എന്തുകൊണ്ടായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനമുണ്ടാക്കിയ വിജയത്തിന്റെ കാരണങ്ങൾ നോക്കൂ. നിങ്ങൾ ഒന്നാമത്തെ വാദപ്രതിവാദവും സംവാദവും തന്നെയായിരുന്നു ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഈ കേസ് മുസ്ലിയാരി നബറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ സമയത്ത് ഉമർ മൗലവി കത്തയച്ചു, ഹസൻ മുസ്ലിയാരിയെ മുസ്ലിമാകണം. നമ്മൾ വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഹസൻ മുസ്ലിയാരി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുജാഹിദുകൾക്ക് വാദപ്രതിവാദം എന്ന് പറയുന്നത് വലിയ പേടിയായിരുന്നു. പക്ഷെ ഹസൻ മുസ്ലിയാരി വഫാത്തായപ്പോഴാണ് മുജാഹിദുകൾ മെല്ലെ മെല്ലെ രംഗത്ത് വരാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോ ആരുമില്ലല്ലോ, നമുക്ക് ഗോളടിക്കാന്ന് കരുതി വന്നപ്പോഴാണ് വലിയൊരു ഇടിമുഴക്കമായി ആദർശ രംഗത്ത് എല്ലാ കാലത്തുള്ളവർക്കും മാതൃകയായി മഹാനായ കാന്തപുരം ഉസ്താദിന്റെ രംഗപ്രവേശം. അത് കൊട്ടപ്പുറം സംവാദം 30-ാം വാർഷികാഘോഷിച്ചില്ലേ?
ഒരു സംവാദത്തിന്റെ 30ാം വാർഷികം നമ്മൾ തുടങ്ങിക്കൊടുത്തതാ. പിന്നെ എല്ലാരും പിന്നാലെ വന്ന് ആഘോഷിച്ച് എല്ലാ ടീമും ആഘോഷിച്ചു. അപ്പൊ ഒരു സ്വലാത്ത് വാർഷികല്ലത് സംവാദ വാർഷിക. അപ്പൊ ഒരു സംവാദം 30 കൊല്ലത്തോളം ഇവിടെ ഫലം ചെയ്യണമെങ്കിൽ അതൊരു സംഭവമായിരിക്കുമല്ലോ. ഉസ്താദിന്റെ സംവാദം കൊട്ടപ്പുറം സംവാദം മാത്രമൊന്നല്ലോ ഇവിടെ പറയാ. സംവാദം കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഉസ്താദിന്റെ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അത് മൗലവിമാരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു തരാം. ആർക്കും അവിടെ കാര്യം ഉണ്ടായത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. 24 മണിക്കൂർ തുടർച്ചയായി ഉസ്താദിന്റെ ജീവിതത്തിൽ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. ഇവരാർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഞങ്ങൾക്കാണ് കൊട്ടപ്പുറം സംവാദത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ. കൊട്ടപ്പുറം സംവാദം നടന്നതിന്റെ ശേഷം 989 സമസ്ത രണ്ടെണ്ണായല്ലോ. 89 ശേഷം നിങ്ങൾ മുജാഹിദുകളോട് നടത്തിയ ഒരൊറ്റ സംവാദം പേര് പറയൂ. ഏത് വാദപ്രതിവാദമാണ് നിങ്ങൾ ഒറ്റക്കതിന് ശേഷം നടത്തിയത്? ഏത് മുഖാമുഖമാണ് നടത്തിയത്? ഒരു CD തരുമോ? ഞങ്ങളത് വേണം. 1000കണക്കിന് ഞങ്ങൾ തരാം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ അതൊക്കെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ വ്യക്തമാണ്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നോക്കിക്കോളൂ നിങ്ങൾ സഹോദരങ്ങളെ. 24 മണിക്കൂർ വാദപ്രതിവാദം പാലക്കാട് ജില്ലയിൽ നിങ്ങൾ ചെന്ന് അന്വേഷിക്ക്. അന്ന് സമസ്ത ഒന്നായ കാലം. അന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു വാദപ്രതിവാദത്തിനെത്തിയത്. അത് വാദപ്രതിവാദത്തിന് ഒരുങ്ങിപ്പോയതൊന്നല്ല. ഒരു വഅദ് പറയാൻ വേണ്ടി പോയപ്പോഴാ അപ്പുറത്തെ മഹലിൽ നിന്ന് മൗലവിന്റെ വെല്ലുവിളി വാദപ്രതിവാദത്തിനുണ്ടോ. ഉസ്താദ് അവർ കയറി ചെന്നു. 10 മണി രാത്രി 10 മണിക്ക് വാദപ്രതിവാദം തുടങ്ങി. സുബ്ഹി വരെ വാദപ്രതിവാദം. അപ്പൊ നിസ്കരിക്കാൻ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളോട് ചോദ്യം വന്നാൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ മറുപടി പറയും. സുബഹി നിസ്കാരം കഴിഞ്ഞ് മൗലവി മൈക്കലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാളായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദ്യം തുടരുകയാണ്. അപ്പൊ ഉസ്താദ് മൈക്കെടുത്ത് പറഞ്ഞു, എന്നാ ഉത്തരം തുടരുന്നു. ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാ. ളുഹർ വരെ പറഞ്ഞു. ളുഹറായപ്പോ എന്ത് ചെയ്തു? നിസ്കരിക്കാൻ നിർത്തി ഭക്ഷണത്തിനും. ളുഹർ കഴിഞ്ഞപ്പോ മൗലവി പിന്നെ ചോദ്യം തുടങ്ങി. അസ്ർ വരെ, മഗ്രിബ് വരെ, പിറ്റേ ദിവസം 10 മണി വരെ. അപ്പോഴേക്ക് വഹാബിന്റെ ചോദ്യം എല്ലാം തീർന്നുപോയി. പിന്നെ വഹാബികൾ പോലീസുകാരെ കൊണ്ടു ഇത് നിർത്തി കിട്ടുന്നല്ലോ. അപ്പൊ പോലീസുകാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഉസ്താദുമാർ അവിടെ നിന്ന് പോയി അടി ഒൽക്കന്നെ കിട്ടും ചെയ്തു. അതാ സംഭവത്തിന്റെ ലാസ്റ്റ്. അപ്പൊ 1, 2, 10 ഇങ്ങനെ വാദപ്രതിവാദമല്ല, വാദപ്രതിവാദങ്ങളുടെ നീണ്ട പരമ്പര. അതായിരുന്നു കാന്തപുരം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദം. ഞാൻ ചോദിക്കട്ടെ, കൊട്ടപ്പുറം സംവാദത്തിന് ഇന്ന ആള് പോകണമെന്ന് തീരുമാനിക്കുന്ന മീറ്റിംഗിൽ മഹാനായ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ശംസുൽ ഉലമക്കറിയാം, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനറിയാം, മഹാന്മാരായ പണ്ഡിതന്മാർക്കറിയാം ആരായിരുന്നു ആ വാദപ്രതിവാദത്തിൽ മുന്നോട്ട് പോകേണ്ടത്. കണ്ടോളൂ. അതുകൊണ്ട് ഈ ഒരു വലിയ വിജയം മുജാഹിദ് കോലത്തിലായത് മഹാനായ ഹസൻ മുസ്ലിയാരുടെ പാത പിന്തുടർന്ന് കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും നടത്തിയ പോരാട്ടമായിരുന്നു. കണ്ടോളൂ. ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ ഓർമ്മക്ക് വേണ്ടി അന്നത്തെ ഉസ്താദിന്റെ ആ ഗർജനം. അന്ന് CD ഇല്ലാത്ത നമ്മളെ നിർഭാഗ്യമാണ്. അന്ന് CD ഇല്ലല്ലോ, അന്ന് ഓഡിയോ CD മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് മുജാഹിദുകളെ ഇരുത്തിയിട്ട് ഒരു ഫൈസി ഇപ്പൊ കൊട്ടപ്പുറത്ത് നിന്ന് പ്രസംഗിക്കുക, ഞാനിങ്ങനെ പന്ത് ഉരുട്ടിക്കൊണ്ടുപോയി പോസ്റ്റിന്റെ അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നിങ്ങളോട് അടിച്ചോളി എന്ന് പറഞ്ഞതാണ്. എന്നാ പിന്നെ അയാൾക്ക് എന്നെ അടിച്ചാ പോലെ നോക്ക്. അപ്പൊ ഞാൻ വരുന്നത് ഇൻഷാ അല്ലാഹ് അതിലേക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് അവറുകൾ അന്ന് ആ 30 വർഷം മുമ്പ് അതാ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഉസ്താദ് അവറുകൾ മുജാഹിദ് മൗലവിമാരെ ഇരുത്തിയിട്ട് തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്ന ഭാഗം. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. എന്റെ 15 ചോദ്യം അവശേഷിക്കുന്നത്. മറുപടി പറയണം. തങ്ങൾക്ക് അല്ലാഹുവിന്റെ വിശേഷണമായ റഊഫ് റഹീം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? അറിയുമെങ്കിൽ പറയുക. എന്താണ് അതിന്റെ അർത്ഥം? അദ്വാഹു വൽ ഇബാദത്തു എന്നതിന് എല്ലാ ദുആവും പെടുമോ? അല്ലെങ്കിൽ പെടുകയില്ലേ? ഇല്ലെങ്കിൽ ഏതാണ് പെടാത്തത്? ഇക്കാര്യം പറയണം. പരിശുദ്ധ ഖുർആനില് തൗഹീദിന്റെയും ശിർക്കിന്റെയും തരീഫ് പറയാൻ അല്ല എന്നാണ് പോലും പറയുന്നത്. എന്നാൽ മൗലവി സാഹിബ് കേട്ടോളൂ. അല്ലാഹു തആല സൂറത്തുൽ ഇഖ്ലാസിൽ അതാ തൗഹീദിന്റെയും ശിർക്കിന്റെയും നിർവചനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു അഹദ്, അല്ലാഹു ആയത്ത് ഓതിയിട്ട് മുജാഹിദുകളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ.
അതൊന്ന് ഒഴിവ് കിട്ടുമ്പോൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. 3 ദിവസത്തെ വാദപ്രതിവാദത്തിൽ ചോദ്യോത്തരം കൈകാര്യം ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ വാദപ്രതിവാദം കഴിഞ്ഞു 25 കൊല്ലം കഴിഞ്ഞപ്പോ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത മൗലവി മനസ്സ് തുറന്നു. 30-ാം വാർഷികമാണ്. അപ്പൊ 5 വർഷം മുമ്പ് അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? സത്യം പറഞ്ഞാൽ കൊട്ടപ്പുറത്ത് തിളങ്ങിയത് കാന്തപുരം തന്നെയാണ്. അയാളത് വ്യക്തമായി പോയി. അയാൾ അവിടെ സ്റ്റേജിലുള്ള ആളായിരുന്നു. സ്റ്റേജിലുള്ള ആളായ മൗലവി അന്ന് ഉരുണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി, മുജാഹിദുകൾ ഞങ്ങളാണ്. അതിപ്പോ ഈ മുജാഹിദുകളുടെ ബുദ്ധി വളരെ സ്ലോവാണ്. നമ്മൾ 25 കൊല്ലം കൊണ്ട് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണി 100 കൊല്ലം. അതുകൊണ്ടാണ് അന്ന് തന്നെ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞു കാന്തപുരം ഉസ്താദ് അവിടെ വിജയിച്ചു, സുന്നികൾ വിജയിച്ചു. പക്ഷെ മുജാഹിദുകൾ പറഞ്ഞു നോക്കി ഞങ്ങളാ വിജയിച്ചത്. ഇപ്പൊ 25 കൊല്ലം കഴിഞ്ഞപ്പോ മൗലവി പറയുന്നു കാന്തപുരം ഉസ്താദ് അവിടെ തിളങ്ങി എന്ന് മാത്രമല്ല, മുജാഹിദുകളിൽ നിന്ന് വന്ന മൗലവിമാർ അവർക്ക് എന്തിനാണ് അവിടെ കിതാബ് കൊണ്ടുവച്ചത് എന്ന് പോലും അറിഞ്ഞിരുന്നില്ല. ചെറിയ മുണ്ടൊക്കെയാണല്ലോ വന്നത്. ചെറിയ മുണ്ടത്തിന് അവിടെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അടക്കമുള്ള ആളുകൾക്ക് എന്തിനാ കിതാബ് കൊണ്ടുവച്ചത് എന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ അതിന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് പറഞ്ഞ പോലെ അല്ലേ അത്? സലാം സുല്ലമിയാണ് ഈ പറയുന്നത്. അന്ന് വാദപ്രതിവാദത്തിൽ മുജാഹിദ് പക്ഷത്തുള്ള ഷെയ്ഖുൽ ഹദീസ് എന്ന പേരിൽ അവർ തന്നെ വിളിക്കുന്ന ആളാണ്. കേട്ടോളൂ അബ്ദുസ്സലാം സുല്ലമിയുമായി നടത്തിയ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായ വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായ വിജയം ഒന്നും കിട്ടിയില്ല. അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്. വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ എല്ലാം അറിയാം. കൊട്ടപ്പുറം സമ്മാനം പറഞ്ഞല്ലേ കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജിൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മരുവായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഹാപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ടാണ് വന്നത്. അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലുള്ള ആ സമയത്ത് വരിക അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ. അതിന്റെയൊക്കെ പല സംഭവിച്ചത് കൊട്ടപ്പുറം പണ്ഡിതോചിതായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ പാഞ്ചാലതല്ലെങ്കിലും എന്ത് ചെയ്യും നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിലുള്ള ഇതാണ്. ഒരൊറ്റ ആയത്തുമ്പോ കുലിതുല്ലിനെ സാന്ത്വമില്ല ഇതിനെ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തിവൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കന്മാരും കൂടുതൽ ബാധിച്ച ഈ തങ്ങളെ കേട്ടണമെന്നാണ്. അത് ചെലവിട്ട് ഞാൻ ആളെ പറയില്ല. ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കേട്ടാതിരുന്നതാണ്. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തൊക്കെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുടിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചെന്ന് എന്തിനെടുത്ത് വെച്ചെന്ന് അറിയില്ല. അതാണ് ഇതിന് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇതിന് ചെറിയാണ് വെച്ചിരുന്നത്. ദുആഇന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല. നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് കാര്യമില്ല. അപ്പുറത്തുള്ളത് ആരാന്നറിയോ? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എവിടെയാ പഠിച്ചു പോയത് സഹോദരങ്ങളെ? അങ്ങനെ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ അറിയണം. മുജാഹിദുകൾ വെറുതെ ചിഹ്ന ഭിന്നമായതൊന്നുമല്ല. കൊട്ടപ്പുറം സംവാദം എന്ന ഒരു മഹാസംഭവം കേരളത്തിൽ നടന്നപ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദ് തന്റെ ശിഷ്യന്മാരെയും തന്റെ പ്രസ്ഥാനത്തെയും ആ വഴിക്ക് കൊണ്ടുപോയി. പിന്നെ ഒരു കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞു പറഞ്ഞിരുന്നതാ അല്ല, നിരന്തരമായി പുത്തൻവാദത്തിന്റെ പിന്നാലെ നടന്നു.
അന്ന് ഞങ്ങൾ മുഖാമുഖത്തിന് പോകുമ്പോ സംവാദത്തിന് പോകുമ്പോ ഇവര് ചോദിച്ചു, എന്തിനാടാ ഈ സംവാദം, എന്തിനായി മുഖാമുഖം? ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഇങ്ങനെ വീണ് നോക്കുമ്പോ ഞങ്ങളാണ് എങ്ങനെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇത് ഒരാൾ മാത്രമൊന്നുമല്ല. കണ്ടോ, ഇനിയിപ്പോ പേരോട് ഉസ്താദുമായി നടത്തിയ വാദപ്രതിവാദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞങ്ങൾ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പണ്ട് മുതലേ നടന്നു വരുന്ന സംഗതിയാണ്. ഇത് സക്കരിയ സ്വലാഹി അയാളൊക്കെ ഇരുത്തി പഠിപ്പിച്ചത് നമ്മുടെ ഉസ്താദുമാരാ. ഇടമുട്ടം സംവാദം നിങ്ങളൊന്ന് കണ്ടോളൂ. പേരോട് ഉസ്താദ് എ.പി. ഉസ്താദിന്റെ പാരമ്പര്യം സ്വീകരിച്ച് ഉസ്താദ് അവറുകൾ നടത്തിയ വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിൽ സക്കരിയ സ്വലാഹി ഉണ്ട്, ജബ്ബാർ മൗലവി ഉണ്ട്, ഹനീഫ് മൗലവി ഉണ്ട്. ചോദിക്കട്ടെ, ഇനി 4 സൈഡിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയ അപജയത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമായിരുന്നു അതെല്ലാം. അന്നെന്താ സക്കരിയ അവിടെ കളിച്ച കളി? അന്ന് കളിച്ച കളി അവിടെ മലയാളം ബുക്ക് കട്ടു വായിച്ചു. പേരോട് ഉസ്താദ് ബാക്കി വായിക്കാൻ പറഞ്ഞു. കേട്ടോളൂ, അതെല്ലാം നിങ്ങൾക്ക് കാണാം. ബാക്കി വായിക്കാൻ പറഞ്ഞപ്പോ മൗലവി പറഞ്ഞു, എനിക്കിഷ്ടമുള്ളതേ ഞാൻ വായിക്കുള്ളൂ, അതിനപ്പുറം ഞാൻ വായിക്കൂല. പണ്ടൊരാള് പറഞ്ഞു അല്ലല്ലാന്ന് ഖുർആനിലുണ്ട്. അതെവിടെ? ലാ ഇലാഹ. ഇതിന്റെ അർത്ഥം എന്താ? ഒരു ഇലാഹുല്ല. മനസ്സിലായില്ല, അതില്ല. ചെങ്ങാതി ഇല്ലല്ലാന്ന് അപ്പുറത്തില്ല, അല്ല അത് ഞാൻ വായിക്കൂല, എനിക്ക് ആവശ്യമുള്ളത്. ഈ ഒരു നിലപാടായിരുന്നു ഇടമുട്ടം സംവാദത്തിൽ സക്കരിയ സ്വലാഹി. ഇത് ഞാൻ പറയുന്നത് ഉസ്താദ് ഞാൻ ചോദിച്ച ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. 989 സമസ്ത പിരിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ നടത്തിയ ഒരു വാദപ്രതിവാദത്തിന്റെ പേര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ടത് മാത്രമേ കാണിക്കൂ, എല്ലാം കൂടി കാണിച്ചാൽ 2 ദിവസം അതിനെ വേണ്ടി വരും. ഞാൻ അത് മാത്രം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. കുന്നത്തേരിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് എന്ന് പറഞ്ഞ് കേരളത്തിലെ സംവാദങ്ങൾ അവലോകനം ചെയ്ത് 4 മണിക്കൂർ നമ്മൾ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉസ്താദിനെ സംബന്ധിച്ച് കൂടുതൽ പറയുമ്പോൾ ഉസ്താദ് കൈകാര്യം ചെയ്ത ഏറ്റവും വലിയ മേഖല എന്ന നിലക്കാണ് സംവാദങ്ങളെ പരിചയപ്പെടുത്തിയത്. കണ്ടോളും പേരോട് ഉസ്താദിന്റെ സംവാദം. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങൾ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചാൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളുടെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. ഈ ചങ്ങാതിയൊക്കെ പിടിച്ചു കെട്ടിയത് വാദപ്രതിവാദത്തിലൂടെ തന്നെയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒടുവിൽ ഇവിടെ കോട്ടക്കലും മണ്ണാർക്കാടും മഞ്ചേശ്വരും ഒക്കെ എനിക്ക് പറയാം. എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മുജാഹിദുകൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഭിന്നിപ്പെല്ലാം കൊട്ടപ്പുറത്തുനിന്ന് ഉസ്താദ് തുടങ്ങിയ മഹാദൗത്യത്തിന്റെ പരിപൂർണമായ ഒരു ഭാഗം മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ പൂർത്തിയാക്കുകയായി. ഇതാരാള്? ഇത് സക്കരിയ സ്വലാഹിയുടെ വലങ്കയ്യായ യാസിർ മദനി. അയാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് മുജാഹിദുകൾ ഇപ്പോൾ വഴിപിരിഞ്ഞു, എന്തുകൊണ്ട് ഭിന്നിപ്പുണ്ടായി, എന്താണ് അവർക്ക് പറ്റിയ അബദ്ധം. ഇയാൾ പറയുന്നത് ഒന്നുമല്ല, വാദപ്രതിവാദത്തിൽ വരെ പോയിട്ട് നമ്മളെ ഉസ്താദുമാര് മുസ്ലിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഭിന്നിക്കാതിരിക്കോ? ഇയാൾ പറയാ, കഴിഞ്ഞ മൂവാറ്റുപുഴ വാദപ്രതിവാദം കഴിഞ്ഞ ഒരു വർഷമായി, ജൂൺ 28 നടന്ന വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിൽ
ഹനീഫ് മൗലവി. അന്ന് ഇവര് രണ്ടായിട്ടില്ല, നേരത്തുള്ള പിളർപ്പുണ്ട്, പുതിയ പിളർപ്പുണ്ടായിട്ടില്ല. പിളർപ്പിനോടനുബന്ധമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദം. നമ്മൾ ചോദിച്ചു, പിളർത്താൻ വേണ്ടി തന്നെ ചോദിച്ചു, യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാണോ? അതായിരുന്നു അന്ന് ചർച്ച. ഒരു വിഭാഗം ശിർക്കാന്ന്, മറ്റേ വിഭാഗം ശിർക്കല്ല. നമ്മളെ ചോദ്യം വന്നപ്പോ കായക്കൊടി എഴുന്നേറ്റ് പറഞ്ഞു അത് ശിർക്ക് തന്നെയാണ്. നമ്മൾ ചോദിച്ചു, കായക്കൊടി നിന്റെ ഗുരുനാഥനല്ലേ ജബ്ബാർ മൗലവി, നിന്റെ ആളല്ലേ സക്കരിയ സ്വലായി, അവര് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ശിർക്കല്ല എന്ന് ചോദിച്ചു. നമ്മൾ ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ഒന്ന് ഒന്നിച്ചാണ്ട് കേട്ടോ. അപ്പൊ ഇയാളെ എഴുന്നേറ്റ് പറഞ്ഞു അയാൾ പണ്ടേ മുശ്രിക്കാണ്. അതോടുകൂടി കഴിഞ്ഞു കഥ. ഇപ്പൊ ഇയാൾ പറയാണ് എങ്ങനെ നമ്മൾ ഭിന്നിക്കാതിരിക്കും? ഇതാണ് പ്രശ്നം. കേട്ടോളൂ നിങ്ങൾ. അപ്പോ ശരിക്കും മനസ്സിലാക്കണം, പതി ഉസ്താദിന്റെയും ഇ.കെ. ഹസൻ മുസ്ലിയാരുടെയും ശംസുൽ ഉലമയുടെയും പാത പിന്തുടർന്ന് എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ മഹാവിപ്ലവം, അതിന്റെ തുടർച്ച വാദപ്രതിവാദങ്ങളിലൂടെ വന്ന് ഒടുവിൽ മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ മൗലവി അതിനെ ഓർമ്മിച്ചെടുക്കുകയാണ്. 2011 അവസാനം സഹോദരന്മാർ 2012 കടക്കുന്ന തൊട്ട് മുമ്പാണ് ഈ നിലപാടുള്ളത്. എന്നാൽ 2012 ഇദ്ദേഹം മാറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളായ ഈ കേരളക്കരയിലെ കുബൂരികളിൽ അതേ ഈ അടുത്ത കാലത്ത് സംവാദങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള നൗഷാദ് അഹ്സനി പോലുള്ള അഹ്സനിമാരുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്ക് തന്നെ. അതാണ് പ്രശ്നം. അതാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടായ പ്രതിസന്ധി. ഉടനെ തന്നെ ആ അഹ്സനി എഴുന്നേറ്റെന്ന് പറഞ്ഞു, അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീണ്ടും ഒരു പിളർപ്പിന്റെ ഭാഗത്തേക്ക് ഈ സമ്മേളനം, ഈ സംവാദം എത്തിച്ചിരിക്കുന്നു. ആഘോഷിക്കുകയാണവർ. ആ ഗതികേടിന്റെ അതേ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംവാദത്തിന്റെ ആ കോലം ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിംഗ് ആണ്. ഈ സെൻസിംഗ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് കായൽ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. എന്താ നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രശ്നമെന്ന് ആരും സംശയിക്കേണ്ടതില്ല. ഇത്രയും കാലം അത് ശിർക്കല്ല, ജബ്ബാർ മൗലവി ഇരുത്തിക്കൊണ്ട് പോലും പറഞ്ഞ ആളുകൾ പറയുന്നു ശിർക്കാണ് എന്നൊരു സംവാദത്തിൽ. നോക്കൂ നിങ്ങൾ ഈ പ്രശ്നത്തിന്റെ കാതലായ വശം. നാസർ സുല്ലമി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കിയവർക്ക് തിരുത്തി കൊടുക്കണം. അപ്പോൾ അഹ്സനി ആഘോഷിക്കുന്നതും നിങ്ങളൊന്ന് കണ്ടോളൂ. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളുടെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിലായിരുന്നു നടത്തം. നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിറുണ്ട് പറയണം ജനങ്ങളോട്. കണ്ടല്ലോ, ആകെ യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ നമ്മുടെ ആദർശം കുടിച്ചു മൂടുന്ന ഒരു സംവാദമായി മൂവാറ്റുപുഴ സംവാദം മാറിപ്പോയി എന്നതിൽ നമുക്കൊക്കെ സങ്കടമുണ്ട്. ഇതാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ കാതലായ വശം. സങ്കടം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഇനിയെങ്കിലും നന്നാവാൻ നോക്കണ്ടേ? അപ്പൊ സഹോദരങ്ങളെ, അതിലേറെ വലിയ അവർക്ക് വിഷമം സൃഷ്ടിച്ച വേറൊന്നുണ്ട്. മുജാഹിദുകളെന്നും പ്രതിസന്ധിയിലായി. കൊട്ടപ്പുറത്തുനിന്ന് ഉസ്താദ് ഓതിക്കൊടുത്തു ഇസ്തിഗാസക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ വസ്അൽ മൻ അർസൽനാ അല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് വാദപ്രതിവാദങ്ങൾ ഓരോന്ന് നടന്നപ്പോ എല്ലാ വാദപ്രതിവാദങ്ങളിലും പഴയത് നിലനിർത്തിക്കൊണ്ട് തന്നെ, പഴയത് തന്നെ ആദ്യം പറഞ്ഞത്, പുതിയ പുതിയ തെളിവുകൾ നമ്മൾ കൊണ്ടുപോയി വെച്ചു. മുജാഹിദുകളുടെ അവസാനം കുറിക്കുന്നതായിരുന്നു ഓരോ പ്രമാണങ്ങളും.
ഒടുവിൽ ഇയാൾ പരാതിപ്പെടുകയാണ്. ധാരാളിന്നറിയ നിങ്ങൾക്ക്? ഇയാളാണ് ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനി. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ഇയാളെ പരിചയം ഉണ്ടാവില്ല. ഇയാള് കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് മുങ്ങിയതാ. പിന്നെ അയാളെ ചിത്രത്തിൽ വല്ലാതെ കണ്ടിട്ടില്ല. എ പി ഉസ്താദിന്റെ ഓപ്പോസിറ്റിൽ മറുപടി പറഞ്ഞിരുന്ന മൗലവിയാണ്. പിന്നെ അയാളെ കേരളം ഏതെങ്കിലും ഒരു ഷബാബിന്റെ എഡിറ്ററായി മാത്രമായിരുന്നു അയാളെ കണ്ടത്. ഇപ്പൊ അയാൾ പൊങ്ങിയതെന്താണെന്നറിയോ? കൊട്ടപ്പുറത്ത് നമ്മൾ വാർഷികം ആഘോഷിച്ചല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് അതൊക്കെ. അപ്പൊ കൊട്ടപ്പുറത്ത് വാർഷികം ആഘോഷിച്ചപ്പോ നമ്മൾ പരിപാടി വെച്ചു, അതിനുശേഷം വേറെ പരിപാടി വന്നു, പിന്നെ മുജാഹിദികൾ ഓരോ ഗ്രൂപ്പും പരിപാടി വെച്ചു. അപ്പൊ മടവൂർ ഗ്രൂപ്പിന്റെ പരിപാടിയിൽ പ്രധാനമായി പ്രസംഗിച്ചത് ചെറിയ മുണ്ടായിരുന്നു. ചെറിയ മുണ്ടത്തിന്റെ ആ വേദനകൾ കേട്ടോളൂ. എന്താ അവസ്ഥ? വസ്സൽമന്നർസല്ലയായിരുന്നു കൊട്ടപ്പുറത്ത് ഓതിയത്. പിന്നെ നോക്കുമ്പോ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാര് വന്നിട്ട് ഉള്ള ആയത്ത് മൊത്തം ഓതാൻ തുടങ്ങി. ഞങ്ങൾ എന്താ ചെയ്യാ? ഇതാണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് അവർ കണ്ടത്. ഇപ്പൊ മസ്കത്ത് അതിലേക്ക് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങളൊന്ന് കേൾക്ക്. ചെറിയ മുണ്ടത്തിന്റെ അവലോകനം. ഇപ്പോഴും മുസ്ലിയാന്മാർക്ക് പല മുസ്ലിയാന്മാർക്കും അതങ്ങനെ പറയാൻ ധൈര്യമില്ല. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ അടുത്തൊരു സംവാദം നടന്നു, ഞാനിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല, പക്ഷേ കോടമ്പുഴ സംവാദം. ആ സംവാദത്തില് കാന്തപുരത്തിന്റെ ഉത്തമ ശിഷ്യന്മാരായ അഹ്സനിമാരെ മുജാഹിദുകൾക്കെതിരിലെ കാന്തപുരം കൊട്ടപ്പുറത്ത് ഓതിയ ഒരായത്ത് പോലും ഓതിയില്ലാതാണ് ഞാൻ കേട്ടത്. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണ് എന്ന് സമർത്ഥിക്കാനുമൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് ഓതിയ ഒരായത്തും കോടമ്പുഴയിലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ അഹ്സനിമാർ ഓതിയില്ല. അവർ വേറെ ഒന്നാണ് ഇറക്കുമതി ചെയ്തത്. ഉന്നുർന എന്നൊരു വാക്ക്. ഉന്നുർന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നോക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ, ഞങ്ങളുടെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെയാണ് ഉന്നുർന എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വാദവുമായിട്ടാണ് ഇപ്പൊ കൊട്ടപ്പുറത്ത് വന്നത്. ആ ഉന്നുർണയുടെ പൊള്ളത്തിനും പല ആളുകളും ചൂണ്ടിക്കാണിച്ചപ്പോ ഇപ്പൊ അതും അവർ ആവർത്തിച്ച് പറയാനായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നു. അതാണ് ഇവരെ ഏറ്റവും വലിയ സങ്കടം. അതെന്താ നിങ്ങള് ഖുർആനിലെ 6666 നമ്മൾ തെളിവാണ്. അവലോകനം കേൾക്കും മസ്കത്തിൽ. ഒടുവിൽ മസ്കത്ത് സംവാദം ഉണ്ടായല്ലോ, ഒമാനിന്റെ തലസ്ഥാനമായ മസ്കത്തിൽ. അവിടെ വാദപ്രതിവാദത്തിന് വന്നപ്പോ അപ്പോഴൊക്കെ ഉസ്താദുമാര് ഓതിയത് ഞങ്ങൾ അതുപോലെ ഓതുന്നു. ഒരു സ്ഥലത്തുനിന്ന് ഓതിയ ജനങ്ങളത് പഠിച്ചു. ഇന്നമാവലിയുക്കുമുള്ള മസ്കത്തിൽ ഓതിയിട്ടുണ്ട്, കോടമ്പുഴയിൽ ഓതിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഓതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ പുതിയൊരു തെളിവും കൂടി കൊടുക്കും. അത് നമ്മളെ വകയിലൊന്നുമല്ല. ഇപ്പോ അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തായിരുന്നു മസ്കത്തിൽ നമ്മൾ ഓതിയത്. അത് നമ്മളെ വകയിലല്ല എന്ന് പറഞ്ഞു ഇമാം മാവർദി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ നമ്മൾ എടുത്തു തിരിച്ചു കൊടുത്തു. മസ്കത്ത് സംവാദം നിങ്ങൾ കാണണം സഹോദരങ്ങളെ. എ പി ഉസ്താദ് കൊട്ടപ്പുറത്ത് പറഞ്ഞല്ലോ, പിന്നെ എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന്റെ വേറൊരു പതിപ്പായിരുന്നു മസ്കത്തിൽ നമ്മൾ ചോദിച്ചു. ഏറ്റവും വലിയ ലേറ്റസ്റ്റ് സംവാദം ഇവരൊക്കെ അവിടെ ഉണ്ട്. ഇവരങ്ങനെ സംവാദം നടന്നേന്ന് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ഇതാരാളെന്നറിയും? തലകെട്ട് കെട്ടിയാള് നല്ല സുന്നിയാന്ന് വിചാരിക്കണ്ട, കടുത്ത വഹാബിയ. ഇയാളായിരുന്നു പാസ്പോർട്ടും വിസെല്ലാം ഉണ്ടാക്കിയിട്ട് വിസൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങ് മസ്കത്തിൽ വന്നത് വാദപ്രതിവാദത്തിന് വന്നപ്പോ നമ്മൾ ചോദിച്ചു, മൗലവി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ളത് ശിർക്കാന്നല്ലേ നിന്റെ വാദം? അതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഇയാൾ പറഞ്ഞു ഖുർആനിൽ അങ്ങനെ ഉണ്ടാവില്ല ഉസ്താദേ. നമ്മൾ ചോദിച്ചു ഹദീസിലുണ്ടോ? അപ്പൊ പറഞ്ഞു ഹദീസിലുണ്ടാവില്ല. പിന്നെ എവിടുന്നാണ് അത് കിട്ടിയത്? അപ്പൊ പറഞ്ഞു അത് ഇമാം റാജി തഫ്സീറുൽ കബീറിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഞങ്ങൾക്ക് ജലാലൈനി ഓതിത്തൊരുന്ന കാലം മുതൽ ഞങ്ങൾ നോക്കുന്ന തഫ്സീറാണ്. ഇമാം റാജിയുടെ തഫ്സീർ അതിലില്ല, വായിക്കണം. അപ്പോ റാജി വായിക്കാൻ പറഞ്ഞപ്പോ മൗലവി പറയാണ് ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടില്ല. വാദപ്രതിവാദത്തിന് കിതാബില്ലാതെ ആരെങ്കിലും രാവിലെ ഒരാൾ കളക്കാൻ പോകുമ്പോ കൈക്കോട്ടിട്ടല്ലേ പോവാ? ഒരു കഥയും മൗലവിമാർക്കില്ല. പണ്ടൊരാളെ പാമ്പ് കടിച്ച കഥ പറയാറ്. പാമ്പ് കടിച്ചപ്പോ എല്ലാരും കൂടി ഓടിക്കൂടി കാറൊക്കെ വിളിച്ച് ഇന്നോവൻ ആയിക്കോട്ടെ ഇഷ്ടം പോലെ പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും വലിച്ച് എല്ലാരും കൂടി കാറിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് ഉഷാറായി മെഡിക്കൽ കോളേജിലെത്തി നോക്കുമ്പോ പാമ്പ് അടിച്ച ആളെ കയറ്റാൻ പറഞ്ഞു. എന്താ അവസ്ഥ? ഇതേപോലെയാണ് മൗലവിമാരുടെ സംവാദം. ഇവിടുന്ന് വിസിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് മസ്കത്തിൽ വന്നപ്പോ കിതാബ് എവിടെ? അത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എന്താണ് എന്റെ കയ്യിലുള്ളത്? ഫോട്ടോസ്റ്റാറ്റ്. എന്നാ അതെങ്കിലും വായിക്കുക.
വായിക്കാൻ നേരത്തെ മൗലവി പറയാണ് പിന്നെ ശിർക്കാന്ന് റാസിയിലും കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഇതെല്ലാം വെറുതെ ഉണ്ടാക്കിയതാ. നമ്മളോട് ചോദിച്ചു തെളിവ്, ഹദീസാണ് ആദ്യം ചോദിച്ചത്, ആയത്തന്നെ കൊടുത്തു. മൗലവി പറഞ്ഞു ആയത്ത് പറ്റൂല, ഹദീസ് തന്നെ പാടണം. ഞാൻ പറഞ്ഞു അത് നടക്കൂല, 1000 രൂപ ചോദിച്ചാൽ 10,000 തന്നെ കൊടുത്താൽ പറ്റൂല എന്നാരെങ്കിലും പറയും. എന്നാ പിടിച്ചു, ഹദീസാവും കൊടുത്തു, ചരിത്രവും കൊടുത്തു, എല്ലാം കൊടുത്തു. ഒരു മറുപടിയില്ല. അയാളത് കേട്ടിട്ട് തന്നെ ഇല്ല. നിങ്ങൾ ആ സംവാദം കണ്ടു. അവസാനം അയാളിതാ ഇത് എവിടുന്ന പ്രസംഗം അറിയോ, അടുത്ത ഫ്ലൈറ്റിന് അയാൾ മസ്കത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നു. നമ്മൾ 10 ദിവസം ആഘോഷിച്ചിട്ടാ പോകുന്നത്. അപ്പോ ഇവിടെ എത്തിയപ്പോ ഇവരെല്ലാം ചോദിച്ചു എന്തിനാണ് വലിയ ആളായി കണ്ടാണ് കാര്യം പോയത്. അപ്പൊ ഇയാൾ ഒറ്റക്കഥാ ഒരു റൂമിൽ അടച്ചുകൂട്ടി പിടിച്ചിട്ട് പറയുന്നത്, മക്കളെ എന്നോട് എന്താങ്കൾ പറഞ്ഞിട്ട് കാര്യം, ഈ പുതിയ പുതിയ തെളിവുകൾ കേൾക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ? അയാൾ പറയാ ഞാൻ വലിയ ആലിമൊന്നുമല്ലല്ലോ, എനിക്കെങ്ങനെയാ അങ്ങനെ മറുപടി പറയാൻ പറ്റുമോ? ഈ പണിക്ക് നടക്കരുത്, കഴിയില്ല. അതാണ് കാന്തപുരം ഉസ്താദിന്റെ മക്കൾ ഇവിടെ പഠിപ്പിച്ചത്. മനസ്സിലായോ? എല്ലാ ആയത്തും നിങ്ങൾ തെളിവാ. ഇനി നിങ്ങൾ എത്ര സംവാദം നടത്തിയോ അതിലൊക്കെ എല്ലാ ആയത്തും എല്ലാ ആയത്തും ഇമാമികൾ തഫ്സീർ അടക്കം വായിക്കാം. നിങ്ങൾ നോക്കാത്തിന് ഞങ്ങൾ ഉത്തരവാദിയാ. അത് നിങ്ങൾ ശരിക്കും പഠിക്കണ്ടേ? ഇപ്പൊ നമ്മളെ വെല്ലുവിളി എന്താ അറിയോ? ഞങ്ങളോട് വാദപ്രതിവാദത്തിനുള്ള മൗലവിയുണ്ടോ? ഞങ്ങളെ നിബന്ധന ഞങ്ങൾ പറയുന്ന പ്രമാണങ്ങൾ അപ്പോൾ തന്നെ ഗണ്ണിക്കണം. അതിനെന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ഒരു മൗലവി കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറാണ്, പക്ഷേ ആ വാദപ്രതിവാദത്തിൽ നിങ്ങൾ ഏത് ആയത്ത് ഓതുകയെന്ന് ആദ്യം പറഞ്ഞു തരണം. അത് നടക്കൂല. അയ്യാതി ഒരു കളി നടക്കൂല. കണ്ടോ നിങ്ങൾ ഇയാളെ കുംഭസാരം? ഇയാള് വാദപ്രതിവാദത്തിന്റെ അവലോകനം നടത്താൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോ നമ്മൾ അന്ന് തന്നെ കിട്ടി നമുക്കത് 4 സ്ഥലത്ത് ക്ലിപ്പം കിട്ടും. CD നോക്കുമ്പോ പിന്നെ ഓരോ CD ഇറക്കുമ്പോ കിട്ടി. കാരണം അയാൾ വെറുതെ പ്രസംഗിച്ചു, നമുക്ക് വേണ്ടി പ്രസംഗിച്ചെന്താ പോലെ കേട്ടോളൂ അയാളുടെ ആ കുംഭസാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സഹായം തേടിക്കോളൂ എന്ന് പറയുന്ന ഒരു ഹദീസ് സഹിഹായ ഉണ്ടോ എന്ന നമ്മളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, ഹദീസ് എന്തിനാ, ആയത്ത് തന്നെ പിടിച്ചോ. അന്നബിയു ഔലാ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ നഫ്സിനേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം മാവറദി തന്റെ അന്നുഖത്തു വൽ ഉയൂൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം നടത്തി. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, സംവാദത്തിന്റെ വേദിയിൽ ഒരുപക്ഷെ ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലായിരിക്കും, എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി അപ്പോൾ തന്നെ അറിഞ്ഞോണമെന്നില്ല. ആ അറിഞ്ഞ കാര്യങ്ങൾ, കേട്ട ഒരു കാര്യം പുതുതായി കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവം കേട്ടാൽ ആ സംഭവം ഇല്ല എന്ന് ഒറ്റയടിക്ക് പറയാനുള്ള ദുർവ്യാഖ്യാനത്തിന്റെ തൊലിക്കട്ടിയൊന്നും നമുക്കില്ല. ഇമാമുകൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമാമുകൾ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാകാതെ, ഇമാമിന്റെ വാക്ക് എന്താണെന്ന് വ്യക്തമായി പരിശോധിക്കാതെ മറുപടി പറഞ്ഞുകൊണ്ട് ഇമാമുകളെ മുഴുവനും തള്ളിക്കളയാനും അത്തരമൊരു വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രവണത നമുക്കേവർക്കുമില്ല. ഈ ഉള്ളവനാവട്ടെ എല്ലാം തികഞ്ഞൊരു പണ്ഡിതനാണെന്നോ അല്ലെങ്കിൽ അത്തരമൊരു നാട്യമൊന്നും എനിക്കില്ല. അറിയുന്നതാണെങ്കിൽ മറുപടി പറയും, അറിയാത്തതാണെങ്കിൽ ആ വിഷയം പരിശോധിക്കാതെ മറുപടി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ ആയത്തും ഇമാം മുസ്ലിമിന്റെ ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത സന്ദർഭത്തിൽ അത് ദുർവ്യാഖ്യാനമാണെന്ന് സാധാരണ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്രകാരമാവുകയില്ല എന്ന് പറയുകയല്ലാതെ അതങ്ങനെ ഇല്ല എന്ന് പറയാൻ ഞാൻ സമയം മെനക്കെടുക്കാത്തതിന്റെ കാരണം അതാണ്. വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇനി മേലിൽ വാദപ്രതിവാദത്തിൽ വരരുത്. അവിടെ ചായ കുടിക്കാനല്ല വരുന്നത്, അവിടെ പറഞ്ഞ പ്രമാണങ്ങളെ ഗണ്ണിക്കാനാ. എന്നിട്ടിപ്പോ സക്കരിയ കഴിഞ്ഞ ആഴ്ച മസ്കത്തിൽ പോയിട്ട് പറയാണ്, അശ്വനി ഞാനിതാ മറുപടി പറയുന്നു. പൂരം കഴിഞ്ഞിട്ട് വെടിപൊട്ടിച്ചിട്ട് കാര്യം അത് അവിടെ പൊട്ടിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ ഒരു വിപ്ലവം കൊട്ടപ്പുറത്തിന്റെ മുമ്പും ശേഷവും അല്ലേ? എന്നിട്ട് എന്തായി? ഇത് ശരിക്കും മുജാഹിദുകൾക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എടുക്ക് ബാലുശ്ശേരി, അയാൾ പറയുന്നത് നിങ്ങൾ ആ മർക്കസ് ഒന്ന് കൂട്ടി തന്നാൽ തന്നെ കാര്യം വളരെ എളുപ്പമാണ്. AP ഉസ്താദും മർക്കസുമാണ് മുജാഹിദിന്റെ നാശത്തിന്റെ പിന്നിലെന്ന് തിരിച്ചറിഞ്ഞ മൗലവിമാർ കാന്തപുരം ഉസ്താദിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു, മർക്കസിനെതിരെ പറയുന്നു. കേട്ടോളൂ നിങ്ങൾ. മർക്കസ് പൂട്ടണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ബാലുശ്ശേരിക്കാരൻ. ഇനി നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയും,
ഒന്നുകൂടെ സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയും. കേരളം എങ്ങനെ രാജ്യാക്കാൻ പറ്റും?